ഹയ്യാ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലണ്ടൻ യാത്രയിലെ ബാക്കി വിശേഷങ്ങൾ പറയാനാട്ടോ. അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും ഫസ്റ്റ് പാർട്ട് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ലണ്ടനിലെത്തി നമ്മളൊരു 2 BHK ഒരു ഹോട്ടലായിരുന്നു നമ്മൾ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വൈകിട്ട് നല്ല വിശപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് വന്ന് നമ്മൾ ഷവായി ചിക്കൻ ആട്ടോ മേടിച്ചത്. പക്ഷേ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. വിശപ്പിന്റെ വില വന്നുകൊണ്ടായിരിക്കണം അതിനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു ആർക്കും. പിന്നെ നമ്മൾ നേരെ റൂമിൽ വന്ന് ആസ് യൂഷ്വൽ ഞങ്ങളുടെ കലാപരിപാടി ഞങ്ങൾ തുടങ്ങി. കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആവാം, കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു. ഞങ്ങൾ അങ്ങനെ ക്ഷീണിതരായി കിടന്നുറങ്ങി ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഗൈസ്. അങ്ങനെ എണീറ്റ് ജസ്റ്റ് ഫ്രഷ് ആയി ആസ് യൂഷ്വൽ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. സ്കിൻ കെയറും പിന്നെ നമ്മളിന്ന് പുറത്ത് ഫുള്ള് നടന്നാട്ട് പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് സൺസ്ക്രീൻ ഒക്കെ വാരിപ്പൊത്തി പിന്നെ അറിയാവുന്ന രീതിയിൽ എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ ഈ മേക്കപ്പിൻ്റെ ബ്രഷൊക്കെ പിടിച്ചിരിക്കണമെന്നൊന്നും എല്ലാം അറിയാം, ഒന്നും അറിയില്ല ഗൈസ്. അതിൻ്റെ യാതൊരു അഹങ്കാരം എൻ്റെ മൊത്തത്തിലെ ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യമെങ്കിലേ അവിടെ നമ്മൾ അടിപൊളി ഒരു ചായ കുടിച്ചിട്ടോ. സിമിയാണ് ഇത് ഓർഡർ ചെയ്തത്, പക്ഷേ അടിപൊളിയായിരുന്നു ചായ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ എന്തൊക്കെയോ അവിടുത്തെ സ്പെഷ്യൽ മെനു നോക്കി കുറേയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ലണ്ടൻ സ്ട്രീറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ എന്നാണെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടല്ല പോയത്, നമ്മളൊരു സമ്മർ ടൈമിൽ തന്നെ പോയത് കൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബക്കിംഗ്ഹാം പാലസ് ആണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു കാഴ്ച കണ്ടു. ലിനുവാട്ടൻ്റെ 2 ഇരട്ടി പൊക്കമുള്ള ഒരു മനുഷ്യൻ. അയാളെ തോപ്പിച്ചിട്ട് കാര്യം എന്നുള്ള മട്ടിൽ ലിനുവാണ് കൂടെ അങ്ങനെ നടക്കണ്ടേ. പിന്നെ ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് അമ്മേനെ വിളിച്ച് പറയാമെന്ന് കരുതി. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റായ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ മുന്നേ ഒരു വട്ടി ബക്കിംഗ്ഹാം പാലസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്നത്തെ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് എനിക്കങ്ങ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദിസ് ടൈം ഞാൻ മാക്സിമം അങ്ങ് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ ഈ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു വാവ് മൂമെൻ്റ് ആയിരുന്നു. ലണ്ടനിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടും കൂടി ആട്ടോ ഈ ബക്കിംഗ്ഹാം പാലസ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കും ആയിരുന്നു. ഈ പാലസിന് മുന്നിലെ ഈ ഗാർഡുകൾ എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തു. പണ്ടൊക്കെ നമ്മൾ മിസ്റ്റർ ബീനൊക്കെ കണ്ടിട്ടില്ലേ, അതിലുണ്ടായിരുന്ന ഗാർഡുകളെ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇനി ആരെങ്കിലും ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. നെക്സ്റ്റ് സ്പോട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.